ഹലോ, ഞാൻ ഡോക്ടർ രാകേഷ്, ന്യൂറോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അത് നമ്മൾ ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷേഴ്സ് വരുമ്പോൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഫിറ്റ്സ്, പ്രത്യേകിച്ച് ഒരു പനിയോട് കൂടിയുള്ള ഫിറ്റ്സ് എന്ന് പറയും, ഫെബ്രൽ സീഷർ എന്ന് പറയും. അതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന അസുഖമാണ്. പക്ഷേ മറ്റസുഖങ്ങൾ പോലെയല്ല. കാരണം പനിയോ ചുമയൊക്കെ വന്നാലും നമ്മളത് കണ്ടു നിൽക്കുമ്പോൾ ആദ്യമൊക്കെ മാതാപിതാക്കൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കുട്ടികൾക്ക് ഫിറ്റ്സ് വരുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഹൊറർ മൂവി കാണുന്ന പോലെ നമുക്കത് ടെററായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് ഫിറ്റ്സ് മാറിയാലും ചിലപ്പോൾ പേരൻസ് അതിൽ നിന്നൊരു ഷോക്കിൽ നിന്നൊക്കെ മാറി വരാനൊരു സമയമെടുക്കും. കാരണം ഫിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പേടി തോന്നുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസുഖം വന്നാൽ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ചിലപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ നമുക്കൊരു മാനസികമായിട്ടൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അത് വേറൊരു സ്ഥലത്ത്, വേറൊരു സിറ്റുവേഷനിൽ വേറെ ആർക്കെങ്കിലും ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കിതൊക്കെ അറിയാമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉപയോഗം വന്നേക്കും. അപ്പോൾ ഫിറ്റ്സ് വരുന്ന ഒരാൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം അവരൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം കിടത്തിനുണ്ടാവുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കട്ടിലിൻ്റെ എഡ്ജിലൊക്കെ ആണെങ്കിൽ അവരെ മാറ്റി താഴേക്ക് കിടത്തുക, ഒരു സേഫ് ആയിട്ടുള്ള പ്രതലത്തിൽ കിടത്തുക. അതുപോലെ തന്നെ ഫിറ്റ്സ് വന്ന് കഴിഞ്ഞതിന് ശേഷം അവരെ ചരിച്ച് ഇടതുവശം താഴെയും വലതുവശം മുകളിലും വരുന്ന രീതിയിൽ കിടത്തുക. അതങ്ങനെ എന്തിനാണെന്ന് വെച്ചാൽ കിടത്തുന്നതെന്ന് വെച്ചാൽ ഒരു സെക്രീഷൻസൊക്കെ നമ്മുടെ ലങ്സിലോട്ട് പോയിട്ട് ന്യൂമോണിയ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവർ താഴെയാണ് കിടക്കുന്നതെങ്കിൽ അവരുടെ തലയുടെ പുറകിലായിട്ട് ചെറിയൊരു കനം കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തലയാണ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. കാരണം അത് തല ഇടിച്ചാൽ തലയിൽ ഇഞ്ചുറി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവരുടെ കിടക്കുന്നതിൻ്റെ സൈഡിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കത്രികയോ കത്തിയോ എന്തെങ്കിലും മൂർച്ചയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അവരുടെ വസ്ത്രം ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുക്കുക. അത് ടൈറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫിക്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് നമ്മുടെ കൈയും കാലും ഒന്ന് പിടിച്ച് വെച്ച് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിനൊക്കെ ഡിസ്ലൊക്കേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫിക്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തുറന്ന് വായിൽ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക, മരുന്ന് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് നമ്മുടെ നെറുകയിലേക്ക് കയറി അല്ലെങ്കിൽ ലങ്സിലേക്ക് പോയിട്ട് ന്യൂമോണിയ വരാനോ അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്ഥിരമായിട്ട് ഫിക്സ് വരുന്ന കുട്ടികളാണെങ്കിൽ, വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അത് കാണുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും വീട്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ, പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിന് അത് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഓരോ ഫിക്സും ഓരോ പോലെയാണ്. നമ്മൾ പലപ്പോഴും കണ്ട് പറയുന്നതിനേക്കാളും നമുക്ക് ഡോക്ടേഴ്സിന് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുക വീഡിയോയിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിക്സിൻ്റെ വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ചിലപ്പോൾ വീട്ടിൽ കുറേ പ്രായമുള്ളവരൊക്കെ കാണും. അവർ ഫിക്സ് വരുമ്പോൾ അവർ കുട്ടിയെയും ബാക്കിയെല്ലാം വിട്ടിട്ട് ഓടിപ്പോയിട്ട് നമ്മുടെ താക്കോല് തപ്പുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, താക്കോൽ എടുത്ത് വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ആദ്യമായി പറഞ്ഞ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എക്സ്ട്രാ ആളുണ്ടെങ്കിലും മാത്രം ആരെങ്കിലും താക്കോൽ എടുത്തുകൊണ്ട് വന്നാൽ കുഴപ്പമില്ല. താക്കോൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കുട്ടിക്ക് ഉണ്ടാവില്ലെങ്കിലും പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വെക്കുന്ന താക്കോൽ ഒത്തിരി പഴയ ഒരു 2 സെഞ്ചുറി ബീസിലൊക്കെ ഉള്ള താക്കോലൊന്നും എടുത്ത് വെക്കരുത്. കാരണം അതിൽ തുരുമ്പൊക്കെ ഉണ്ട്, ചിലപ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ താക്കോൽ വയ്ക്കുന്നതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പ്രാഥമികമായിട്ട് കിഡ്സ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഓർത്ത് വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഫിക്സ് വരുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിപ്പീറ്റായിട്ട് വരുമ്പോൾ, ഫസ്റ്റ് ടൈം വരുമ്പോൾ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. തുടരെ ഫിക്സ് വരുന്ന കുട്ടികൾക്ക് ആ ഫിക്സിൻ്റെ വീഡിയോ കൂടി എടുത്ത് വെച്ചാൽ അത് ട്രീറ്റ്മെൻറ്റിന് വളരെയധികം ഉപകാരം ചെയ്യും. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഫിക്സ് വരുന്ന കുട്ടികൾക്ക് ചെയ്യേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.